പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. ഇന്ദ്ര, വാടാ ഇവിടെ. അമ്മ എന്താ ഇത്? നീ എന്നോട് എന്ത് പറഞ്ഞിട്ടാടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇവളെ കൊണ്ട് സർക്കിട്ട് പോവാണെന്ന് നീ എന്നോട് പറഞ്ഞായിരുന്നോ? അമ്മ ഇത്രയും ദൂരം വന്ന് ഇവരുടെ പിറന്നാൾ കേക്ക് തിന്നാൻ ഈ സ്ത്രീ നിന്റെ ആരാടാ? വിള്ളലി വീണ ബന്ധം വിളക്കി ചേർക്കാൻ പലരും പല അടവും എടുക്കും. ഈ അമ്മ ജീവനോട് ഇരിക്കുമ്പോഴേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അമ്മ ഇറങ്ങാനല്ലടാ പറഞ്ഞത്. അമ്മ വരാനല്ലേ പറഞ്ഞത്? ഞാൻ ആരാണെന്നും ഞാൻ ഈ കാണിച്ചതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ഇവളുമാരോട് ചോദിച്ചാ മതി, പറഞ്ഞു തരും. സോറി ആന്റി. പാറു, പാറു ആന്റിയും തമ്മിലുള്ള പിണക്കം മാറ്റണമെന്നേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. പ്രിയം പറഞ്ഞപ്പോ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു തരാന്ന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. അത് കാരണം പാറുവിന് മനപ്രയാസം ഉണ്ടായതില് എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. പാറുവിനെ സങ്കടപ്പെടുത്തിയതിന് ഈശ്വരന്മാര് തന്ന ശിക്ഷയായിരിക്കും. പരിപാടി അലങ്കോലമായില്ലേ? നിന്നോട് സോറി പറഞ്ഞില്ലെങ്കിൽ അതൊരു കരടായി എപ്പോഴും എന്റെ മനസ്സിൽ കിടക്കും. ശരി ചേച്ചി, നമുക്ക് പിന്നെ കാണാം. ചേച്ചി, ജയന്തി ചേച്ചി, മോഹൻ ചേട്ടാ. ഇത് 3 തലയ്ക്കൊഴിഞ്ഞ് ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുക.
മോനെ ഡ്രസ് ഇതും ദേവി കാണിച്ചു തന്ന ഒരു അടയാളമാ രാമനാഥ. ദേവി കാണിച്ചു തരുന്ന അടയാളോ? ഇത് നിണമാണെന്നാണ് സങ്കല്പം. ഒരാളുടെ വസ്ത്രത്തിൽ നിണം പുരണ്ടാല് എന്താണ് അതിനർത്ഥം? അയാളുടെ ദേഹത്ത് നിന്ന് രക്തം പൊടിയുന്നുണ്ടെന്ന് അല്ലേ? കൈലാഷിന്റെ ദേഹത്ത് നിന്ന് രക്തം പൊടിയാൻ സമയമായിരിക്കുന്നുവെന്ന് ദേവി അടയാളം കാട്ടി തന്നിരിക്കുന്നു. വല്യത്താനെ പേടിക്കണ്ട, കരുതിയിരുന്നാൽ മതി. ദേവി ഇയാളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടിയായത്. പക്ഷേ എന്താ വല്യത്താനെ? ചടങ്ങുകൾ ഓരോന്നായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഭദ്രദീപം തെളിയിക്കാതെ കർമ്മങ്ങൾ തുടരേണ്ടി വന്നതില് ദേവിയോട് ക്ഷമാപണം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പൂജ തുടങ്ങിയത്. പക്ഷേ ദുർഗായാമം ആരംഭിച്ചിരിക്കുന്നു. ഭദ്രദീപം തെളിയിക്കാൻ ഇനിയും താമസിച്ചുകൂടാ. ഭദ്രദീപം തെളിയിക്കേണ്ട പെൺകുട്ടി ഇതുവരെ എത്തിയിട്ടുമില്ല. അവരെന്താ വരാത്തത്? അതാ ഞാനും ആലോചിക്കുന്നത്. നിങ്ങൾ മുക്തി ഒന്ന് വിളിച്ചു നോക്ക്. അങ്കിള്, ഇനി എന്ത് കള്ളാ ഞാൻ അങ്കിളിനോട് പറയാ? ഹലോ അങ്കിൾ. മോളെ, പാർവതി ഇനിയും മുറിയിന്ന് പുറത്തു വന്നില്ലേ? വന്നു അങ്കിൾ. നിങ്ങള് വന്നോണ്ടിരിക്കുകയാണോ? അല്ല അങ്കിൾ, വല്ലാത്ത തലവേദനയും കൊണ്ടാ അവള് മുറിയിന്ന് പുറത്തു വന്നത്. കൊറേ കരഞ്ഞില്ലേ, അതിന്റെ ആയിരിക്കും. തലവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അവള് പറഞ്ഞപ്പോ അവളെയും കൊണ്ട് അവളുടെ കൂട്ടുകാരികള് അടുത്തുള്ള ക്ലിനിക്കിലേക്ക് പോയിട്ടുണ്ട്. പോയിട്ട് കുറെ നേരമായി. വന്നാൽ ഉടനെ ഞാൻ അവളെയും കൊണ്ട് വരാം. വരാൻ അവള് പറഞ്ഞിട്ടുണ്ട്. അവളെ നിനക്ക് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയിരുന്നില്ലേ? നിന്റെ കയ്യിൽ കാറില്ലേ? ഡോക്ടറെ കാണിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ അങ്കിളെ, അവളുടെ റൂംമേറ്റ്സിനെ എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവര് സമ്മതിച്ചില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്കിളെ? ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഭദ്രദീപം തെളിയിക്കാൻ വൈകുന്നത് ഒരു ദുർലക്ഷണോ മോളെ? കൈലാഷ് കൂടുതൽ അപകടത്തിലാണെന്നതിന്റെ സൂചനയും കണ്ടു തുടങ്ങി. അവള് ക്ലിനിക്കിൽ നിന്ന് വന്നാ ഞാൻ അവളെയും കൊണ്ട് വരാം അങ്കിളെ. ആ ശരി ശരി.